നമസ്കാരം. ടാരോ റീഡിങ്ങിൻ്റെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വന്നിരിക്കുന്ന കാർഡ് ജഡ്ജ്മെൻ്റാണ്. ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡാണ്, മേജർ ആർക്കാന കാർഡാണ്. പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം കുറച്ച് മോശവശങ്ങൾ പറയാം, അതിനുശേഷം നല്ല വശങ്ങൾ പറയാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരുടെ അടുത്തും ഹാഷായിട്ടുള്ള സംസാരമോ അല്ലെങ്കിൽ അങ്ങനൊരു മോശം ബിഹേവിയറോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റോ അങ്ങനെ ഒരു ഹാഷായിട്ടുള്ള ജഡ്ജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നിനും പോകാതിരിക്കുക. അവനിങ്ങനെയാണ് അവനിങ്ങനെയാണെന്നുള്ള തരത്തിൽ സംസാരിക്കാതിരിക്കുക. തിരിച്ച് നിങ്ങളുടെ അടുത്തും അതുപോലെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വിട്ടേക്കുക. അതിനെതിരെ സംസാരിക്കാനോ അതിനോട് ചൂടായിട്ട് സംസാരിക്കാനോ ഒന്നിനും നിങ്ങൾ പോകേണ്ടതില്ല. അതങ്ങനെ തന്നെ വിട്ടേക്കുക. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടതില്ല. ഇനി പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ദൂരത്തുള്ള ആൾക്കാർ, അതായത് നിങ്ങളെ വിട്ടിട്ട് മറ്റുള്ള രാജ്യങ്ങളിലോ ഒക്കെ താമസിക്കുന്നവരുണ്ടാവുമല്ലോ, ഹസ്ബൻഡായിട്ടോ വൈഫായിട്ടോ ഒക്കെ ജോലിക്ക് പോയിട്ടുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ തിരിച്ചു വരാനുള്ള ഒരു മനസ്സ് തോന്നിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയം കൂടിയിട്ടാണ് ഈ വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാവാൻ പോകുന്നത്. സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ദൂരെ നിൽക്കുന്ന ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾക്ക് കൂടിക്കാണാനും സംസാരിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മോശമായിട്ടുള്ള സംസാരങ്ങളെല്ലാം കുറക്കുക. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അവർ തമ്മിലുള്ളതും കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് സ്നേഹത്തോടെ സംസാരിക്കുക. നിങ്ങളുടെ ദൂരെയുള്ളവരൊക്കെ ഏറ്റവും ലൗഡ് വൺസ് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.